ഇതാണോ നല്ല പക്കായിട്ട് കുക്കാവുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഫ്ലെയിമിൽ വെക്കരുത്. അതായത് നല്ല കനലായതിനു ശേഷം മാത്രമാണ് ഗ്രില്ലിൽ ഇതിൽ വെക്കാവുള്ളൂ. നന്നായിട്ട് കനല് ആയതിനു ശേഷം, അതായത് ചെറിയ കനലില് ഇങ്ങനെ കത്താൻ പാടില്ല. ചെറിയ കനലിൽ നമ്മൾ 20-25 മിനിറ്റ് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സുഹൃത്തുക്കളെ, നമ്മൾ ഫാറ്റ് ലൈഫ് ഫിഷിൻ്റെ ഷോറൂമാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഈ ആഴ്ചയിലെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് 2 ആഴ്ചയിലെ വീഡിയോ നമ്മൾ തന്നു, ഇവരുടെ 2 ഭാഗങ്ങളിലായിട്ട് തന്നു. അന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇവരുടെ ഫിഷിൻ്റെ ക്വാളിറ്റി എന്താണ്, അതുപോലെ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത്, അതായത് ഇതിനൊരു ഫാറ്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ ഈ ഫിഷിനെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചിരുന്നു. നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഇതിനെ സ്വീകരിച്ചത്. ഇനി നമ്മൾ ഇവരുടെ ഷോപ്പും ആ ഷോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. ഈ നിൽക്കുന്ന 5 പേരാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നു. ഈ വീഡിയോയിലൂടെ മാത്രമേ ഇവരെ കാണിച്ചിട്ടുള്ളൂ. അതായത് ഈ 5 പേരാണ് ഈ ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നതും ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും. വളരെ രസകരമായ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിക്ക് അടുത്താണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾ കാണണം. നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവണം. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സംരംഭകരും ഇതുപോലെയുള്ള കർഷകരുമാണ് നമുക്ക് ലോകത്തൊട്ടാകെ എത്തിക്കേണ്ടത്. കഴിഞ്ഞ വീഡിയോകളിൽ നിന്ന് ഇവരുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇവരുടെ ഷോപ്പിലെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. ഷോപ്പിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്? ഞങ്ങളിത് ചെർപ്പുളശ്ശേരി ടൗണിലൊരു ലൈവ് ഷോപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞങ്ങളൊരു 3 സ്റ്റോറേജ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറേജ് ടാങ്കിൽ നമ്മൾ നമ്മുടെ ഫാമുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യങ്ങളെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യും. ഒരു 100-120 മിനിമം ഒരു 600 കിലോ വരെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങളത് കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്യും. ആവശ്യാനുസരണം നമ്മൾ ഷോപ്പിൽ ഡിസ്പ്ലേ ടാങ്കുകളിൽ ഇട്ടിട്ട് ആവശ്യാനുസരണം കസ്റ്റമർക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളത് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 5 പേരും 5 ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മ എങ്ങനെയാണ്? അതിൻ്റെ ഒരു തുടക്കം എന്താണ്? ഇത് മത്സ്യകർഷകരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ കൂടിയാണ് ഞങ്ങളെല്ലാം പരിചയപ്പെടുന്നതും. പിന്നെ അങ്ങനെ പരിചയപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ വിപണനം ഒരു ബുദ്ധിമുട്ടായി തോന്നിയ രീതിയിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാവരും അവരവരുടെ ഈ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ശരിക്കും ഇതൊരു ടൗൺ ഏരിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വിപണനത്തിന് വലിയൊരു വിഷയം വരുന്നില്ല തോന്നുന്നു അല്ലേ? ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 2 മാസം ആയിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു 5 വെറൈറ്റി ഫിഷ് നമ്മുടെ കയ്യിലുണ്ട്. വിപണനം ഇപ്പോഴും കുഴപ്പമില്ലാന്ന് പറയാം. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ. 5 പേരും വ്യത്യസ്ത മേഖലകളിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമയം എങ്ങനെയാണ്? അതായത് ഒരു ഷോപ്പ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമയം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ? ഞങ്ങളെല്ലാവരും ഒരു എന്താ പറയുക, ഒരു ടൈം ടേബിൾ മാതിരിയാണ് ഞങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഓരോരോ ആൾക്കാർ നമുക്കും ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഓരോരോ ആൾക്കാർ വന്ന് നിൽക്കും അല്ലേ? അതെ. നമുക്കേ നിങ്ങളുടെ ഇവിടുത്തെ ഒരു സ്റ്റോറേജ് ഒന്ന് നോക്കിയാലോ, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എന്നാൽ ശരി. ഇത് ശരിക്കും ഈ ഒരു സ്ഥലം നിങ്ങൾ വാടകയ്ക്ക് എടുത്തതാണോ? ഇത് ആ റൂമിന്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഇതും കൂടി ലീസിന് എടുത്തിരിക്കുകയാണ് അല്ലേ? മാസം ഒന്നിച്ച് ഒരു വാടക കണക്കാക്കിയിട്ട് കുറച്ച് സ്ഥലം മാത്രം. ഓക്കെ. ഇവിടെ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫിഷും സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലേ? 3 ടാങ്കായിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ഇതിന്റെ ഒരു കപ്പാസിറ്റി എത്രയാണ് സംഭവം? ഇത് നമുക്കൊരു 600 കിലോന്റെ മേലേക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. 3ലും കൂടി 600 കിലോന്റെ മേലേക്ക് സ്റ്റോക്ക് ചെയ്യാം. അതിപ്പോ ഒരു ടാങ്കിൽ തന്നെ നമുക്ക് 1-2 മത്സ്യങ്ങളെ സ്റ്റോക്ക് ചെയ്യണോട്ട് പ്രശ്നമല്ല. നമ്മൾ വളർത്തുമ്പോഴാണ് പ്രശ്നമുള്ളൂ. ഇതിപ്പോ നമുക്ക് സ്റ്റോക്ക് ചെയ്യല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ വിഷയം അതിൽ വരുന്നില്ല. ഇപ്പൊ നിലവിൽ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ആളുകൾ വന്നിട്ട് കറി വെക്കാനാണ് കൊണ്ടുപോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഒരു 30% ആളുകൾ കസ്റ്റമർ വന്നിട്ട് ഇവർക്ക് നമ്മൾ ഇവിടുന്ന് ഇത്രയൊക്കെ പോകുന്ന മത്സ്യങ്ങളാണല്ലോ, അവർക്ക് അതിനെ കൊണ്ടുപോയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ വന്നിട്ട് മത്സ്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അതിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചില ആളുകൾക്ക് 1000 ലിറ്ററൊക്കെ വെള്ളം ഉള്ള ഒരു ടാങ്ക് ആയിരിക്കും വീട്ടില്. അപ്പൊ അവർക്ക് ഇതിനെ ചെറുതിനെ നോക്കി വലുതാക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെ കയ്യിലുള്ള ഒരു മീഡിയം സൈസിനെ കൊണ്ടുപോയിട്ട് വലുതാക്കാന്. ഇപ്പൊ ഇന്നലെയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന്
വരാല് കൊണ്ടുപോയ ആളുകളുണ്ട്, അതേപോലെ കാരിനെ കൊണ്ടുപോയ ആളുകളുണ്ട്. അവർക്ക് ഈ ടാങ്കിൽ ഇട്ടിട്ട് അതിനൊന്ന് കാണാനും, കാരണം നമുക്കിപ്പോ അറിയാം ഇപ്പൊ ഒരു ടാങ്കിൽ ചെറിയ മത്സ്യങ്ങൾ കിടക്കുന്നതിനെക്കാട്ടും നല്ല രസമാണല്ലോ വലിയ മത്സ്യങ്ങൾ കിടക്കുന്നത്. അപ്പൊ ആളുകൾ ഇവിടെ വന്നിട്ട് ജീവനോടെ വലിയ മത്സ്യങ്ങളും കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഷോപ്പ്, ലൈവ് ഫിഷ് ഷോപ്പ്. ഇത് ചെർപ്പളശ്ശേരി പാലക്കാട് റൂട്ടിലാണ്. അവിടുത്തെ ICICI ബാങ്കാണ് ലാൻഡ്മാർക്ക്. ഷോപ്പ് ഫാറ്റിന്റെ മീനിങ് എന്താണ്? ഫാറ്റിന്റെ മീനിങ് എക്സലന്റ്. ഓക്കെ. അത് നമ്മുടെ ഇംഗ്ലീഷ് അല്ലല്ലോ അല്ലേ? അതൊരു ലാറ്റിൻ വേർഡാണ്. അതെ. ഓക്കെ. ഞങ്ങളുടെ ഷോപ്പ് 7:30 in the morning ഓപ്പൺ ചെയ്യും. വൈകുന്നേരം ഒരു 7:30 വരെ ഉണ്ടാവും. അതെ. ആർക്ക് വരുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോകും. മീനുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ എത്ര ഐറ്റം ഫിഷ് കൊടുക്കുന്നുണ്ട് ഇവിടെ ലൈവായിട്ട്? ഇവിടെ ഇപ്പൊ നമ്മള് നിലവിലിപ്പോ 5 ഐറ്റം മത്സ്യം ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് നിലവിലുണ്ട്. ഈ 5 ഐറ്റം നിങ്ങൾ 5 ആളെടുത്ത് കൊണ്ടുവന്ന സംഭവം തന്നെയാണ്? അതെ. ശരി. നമുക്ക് ഇവിടെ ഏതൊക്കെ ഉണ്ട്, ഏതൊക്കെ ഐറ്റങ്ങളാണ് നിലവിലിപ്പോ ആസാം വാള ഉണ്ട്, നല്ല ഓർഗാനിക് ആയിട്ട് വളർത്തിയ ആസാം വാള ഉണ്ട്. പിന്നെ റെഡ് ബെല്ലി ഉണ്ട്, അതായത് റെഡ് ബെല്ലി നെട്ടർ എന്ന് പറയും, സിൽവർ ആവോലി എന്നൊക്കെ പറയും. പിന്നെ ഗിഫ്റ്റ് തിലോപ്പിയുടെ മത്സ്യമുണ്ട്. ഗിഫ്റ്റ് തിലോപ്പിയ എന്ന് പറഞ്ഞാൽ നല്ല ഇനം തിലാപ്പിയ മത്സ്യമുണ്ട്. പിന്നെ നമുക്ക് വരാലുണ്ട്. നാടൻ ഉണ്ട്. വരാല് നമ്മള് കുളത്തില് അവിടെ റെഡി ഉണ്ട്. അപ്പൊ കുളത്തിൽ നിന്ന് നമ്മളെ പിടിക്കും, എന്നിട്ട് ഡ്രമ്മിലാക്കി ഇവിടെ കൊണ്ടുവരും. വരാല് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സുഖമാണ്. നമുക്ക് കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ എണ്ണത്തിന് അവിടുന്ന് വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഫിഷുകളൊന്നും നോക്കിയാലോ? നോക്കാം. നമ്മൾ ഫസ്റ്റ് ഏത് മീനെ പിടിക്കുന്നത്? നമുക്കിപ്പോ വരാല് നോക്കാം. വരാല് കാണിച്ചു തരാം. ഇതാണ് വരാല്. നമ്മളിപ്പോ ഇപ്പോ സ്റ്റോക്ക് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നാടൻ വരാലാണ് ഇത്. അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ. ഇതിനാണ് കസ്റ്റമർ ഉള്ളത്. ഇപ്പൊ നമ്മൾ ഇതാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന സാധനം. നമ്മൾ എത്ര പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഉണ്ടോ? ഇത് നമ്മളെ അടുത്ത് ഇല്ലെങ്കിലും നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ അടുത്തുള്ള സ്റ്റോക്കിന്റെ ലാസ്റ്റ് ആണ് ഇത്. അപ്പൊ അല്ല, വരാലിന് നമുക്ക് ഒരേ ക്വാളിറ്റിയാണ്, നാച്ചുറൽ ബോണ്ട് തന്നെയുള്ളൂ. ഇത് പെട്ടെന്ന് അങ്ങനെ ടാങ്കിലൊന്നും വളർത്താൻ സാധിക്കാത്ത ഒരു സാധനമാണ് ഇത്. കാരണം ഇതിന് ലൈവ് ഫീഡാണ് വേണ്ടത് വരാലിന്. കഴിവതും നമുക്ക് എല്ലാ ദിവസവും ഇവിടെ അവൈലബിൾ ആയിരിക്കും ഇതിലെ? എല്ലാ ദിവസവും അവൈലബിൾ ആണ്. എല്ലാ ദിവസവും ഇവിടെ ആൾക്കാർ വന്നിട്ട് വരാലും അങ്ങനെയുള്ള മത്സ്യങ്ങൾ എല്ലാ ദിവസവും കൊണ്ടുപോകും. ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മറ്റുള്ള കടകളിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മൾ നന്നായിട്ട് ചാടി പോയിട്ടോ, അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിന്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അതോടെ തന്നെ പക്കാ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഹോം ഡെലിവറി ഉണ്ടല്ലോ അല്ലേ? ഹോം ഡെലിവറി ഉണ്ട്. അടുത്ത് നമുക്ക് ആസാം വാള നോക്കാം. ഇതിന്റെ നമ്മളെ കടയിലെ ഒരു പാർട്ണറാണ് ഷാജാൻ. അതെ. ഇത് വാളാപ്പിനെ ഇതിപ്പോ എത്ര kg ഉണ്ടാവും? ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ 1 കിലോ ആവറേജ് ഉണ്ടാവും. 1 കിലോ ആവറേജ്. വാളയ്ക്ക് നല്ല മാർക്കറ്റ് ഉണ്ടോ? വാള ഇപ്പൊ നിലവിൽ ഞങ്ങൾ 200 രൂപയ്ക്കാണ് വെക്കുന്നത്. 200 രൂപയ്ക്കാണ് വെക്കുന്നത്. ഇപ്പോൾ വാളയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. തീർത്തും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ വാളയ്ക്ക് തെരഞ്ഞു വരുന്നുണ്ട്. കുഴപ്പമില്ല. നല്ല മറ്റേ പെല്ലറ്റ് ഫീഡ് മാത്രം കൊടുക്കോണ്ടേ ആളുകൾ ഇതിന് തെരഞ്ഞു വരുന്നുണ്ട്. മറ്റേ വേസ്റ്റ് കൊടുത്ത് വളർത്തിയതിന്റെ ഈ ഭാഗം നന്നായിട്ട് ഇങ്ങനെ താട പോലെ ഇരിക്കും. ഇങ്ങനെ താട പോലെ ഇരിക്കും. ഇതിന്റെ നമുക്ക് നോക്കിയറിയാം, ഇതിന് ഒട്ടും ഫാറ്റ് ഇല്ല ഇവിടെ. കണ്ടോ? ഇതാണ് ഈ വാളയും വേസ്റ്റ് കൊടുത്ത് വളർത്തിയ വാളയും തമ്മിലുള്ള വ്യത്യാസം. അതെ. അടുത്തത് നമുക്ക് റെഡ് ബെല്ലി, അതായത് അതെ നെട്ടർ. അതെ. ഒരു മിനിറ്റ്. ഇതാണോ? ഇതും ഈ പറഞ്ഞ പോലെ 1 കിലോ ആവറേജ് ഉണ്ടാവും. 1 കിലോ ഒരു 3/4 കിലോന്റെ മേലെ 1 കിലോ ആവറേജിൽ ഉണ്ടാവും ഈ സാധനം. ഇത് നമ്മളിപ്പോ ഇവിടെ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 250 രൂപയ്ക്കാണ് ഇതിപ്പോ സെയിൽ ചെയ്യുന്നത്. ഇനി നമുക്ക്
കാരി, കടു, കടു, കോട്ടി, അങ്ങനെയൊക്കെ പറയും. ഇവനെ പിടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഗ്ലൗസ് ഇട്ടിക്കാണ്. കാരണം എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് അറിയണ്ടാവും. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് കടച്ചലൊക്കെ ഉണ്ടാവും കുത്തി കഴിഞ്ഞാലേ. അപ്പോൾ ആളുകൾക്ക് നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കുളത്തിൻ്റെ വക്കത്തൊക്കെ പോയി നിന്ന് വെയിൽ കൊണ്ട് നിന്ന് വേണം. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതൊക്കെ സുഖമായിട്ട് കിട്ടും. വേറെ എവിടെയും കൊടുക്കാത്ത ഏത് സമയത്ത് വന്നാലും അതെ നമ്മള് ഫിഷ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും. നമ്മള് രാവിലെ 7 മണിക്ക് കട തുടങ്ങി കഴിഞ്ഞാല് രാത്രി ഒരു 8 മണി വരെ ഇവിടെ എല്ലാവിധ ഇപ്പൊ ഈ കാണിച്ച മത്സ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കിട്ടും. എല്ലാ ദിവസവും അവൈലബിൾ ആണ്. കസ്റ്റമേഴ്സിന് ഒരിക്കലും തിരിച്ചു പോകേണ്ടി വരില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ ഏകദേശം സ്റ്റോക്കാണ് ഇവിടെ. നമുക്കിവിടെ ഒരു 700 കിലോ സ്റ്റോക്ക് ചെയ്യാനുള്ള ടാങ്ക് ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരിക്കലും മത്സ്യങ്ങളെ ഷോർട്ടേജ് ഒരിക്കലും വരില്ല. എപ്പോഴും മത്സ്യങ്ങളുണ്ടാവും. അതേപോലെ നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്യുക. ആ ക്ലീൻ ചെയ്യുന്നത് ആൾക്കാർക്ക് ഇവിടെ നിന്നിട്ട് തന്നെ നോക്കി കാണാനും പറ്റും. അടുത്തത് ഗിഫ്റ്റ് തിലോപ്പിയ. ഗിഫ്റ്റ് തിലോപ്പിയ നമ്മൾ നേരത്തെ കാണിച്ചു എങ്കിലും കൂടിയിട്ട് ഒരു വട്ടം കൂടി കാണിക്കാം. എന്താണോ ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം നമ്മൾ വേസ്റ്റ് കൊടുത്ത് വളർത്തുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഫാറ്റ് ഇല്ലാത്തൊരു ഭാഗം കണ്ടോ? മറ്റേതൊക്കെ നന്നായിട്ട് ഫാറ്റ്, ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഫാറ്റ് ഉണ്ടാവും. ഇത് നല്ല ഇതായിട്ടാണ്, നല്ല വൃത്തിയിലുണ്ടാവും. ചെറിയ ഇത് ഗിഫ്റ്റ് തിലോപ്പിയുടെ തന്നെ ചെറുതാണ്. ഇത് ഇതാണോ ചെറുത് കൊടുക്കുക. അതെ വലുതിന് വരാം. ഇത് നമ്മളിപ്പോ കുറച്ച് ദിവസം ഇപ്പൊ ഈ ബയോഫ്ലോക്ക് എന്നൊക്കെ കുറച്ച് ദിവസം നമ്മളിത് ക്ലിയർ വാട്ടറിലാണല്ലോ ഇടുന്നത്. വാട്ടറിലേക്ക് മാറ്റുമ്പോൾ അവർ കുറച്ച് ദിവസം ഇതിൽ കടന്നു കഴിഞ്ഞാൽ അവർ ഈ കളറിലേക്ക് ആവും. ബ്ലാക്ക് കളറിൽ നിന്ന് മാറിയിട്ട് നല്ല സിൽവർ കളറിലേക്ക് മാറും. അത് ഏത് വെള്ളത്തിലാണോ നമ്മൾ ഇടുന്നത് ആ വെള്ളത്തിന്റെ കളറാവും മത്സ്യങ്ങളെ. നമ്മുടെ ഷോപ്പിന്റെ അടുത്ത പ്ലാൻ എന്താണ്? നമ്മൾ ഇനി ഒരു പ്ലാനും കൂടി തുടങ്ങാനുള്ളത് ഇതിനെ നമ്മൾ ലൈവായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇതാണ്. അതായത് ഗ്രില്ല്, അൽഫാം, ഫ്രൈഡ് അങ്ങനെയൊക്കെ നമ്മളിവിടെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ അൽഫാം, നട്ടർ മത്സ്യത്തിനെ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ക്ലീൻ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അതെ ആവശ്യക്കാർക്ക് ഇവിടുന്ന് നമ്മൾ അതിനെ പറഞ്ഞ പോലെ അൽഫാം ചെയ്തിട്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ലൈഫ് ഫിഷ് ഷോപ്പിൽ ഇപ്പോൾ നമ്മൾ ഫിലോപ്പിയും നട്ടറും ഗ്രില്ല് ചെയ്തിട്ട് ആൾക്കാർക്ക് എത്തിക്കാനുള്ളൊരു ഇതിലാണ് ഞങ്ങൾ ഒരു പദ്ധതിയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള ലെവലിൽ നമ്മളിത് എങ്ങനെ ചെയ്യുന്നു അൽഫാം ചെയ്തിട്ട് ഹോം ഡെലിവറി പാർസലായിട്ട് കൂടെ ഇവിടെ വന്ന് വരുന്നവർക്ക് പാർസലായിട്ട് കൊടുക്കും ചെയ്യും. ഹോം ഡെലിവറി ഉണ്ട്. അത് തുടങ്ങാനുള്ളൊരു പ്ലാനിലാണ്. ചെയ്തു. ഇതിപ്പോ നമ്മള് എടുത്തിരിക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് നട്ടറാണ്. സിൽവർ ആവോലി, നട്ടർ, റെഡ് ബെല്ലി എല്ലാം തന്നെ. നമുക്കിത് തിലോപ്പിയും ചെയ്യാം, ഇത് 2 ടൈപ്പ് മസാലയാണ് ഇപ്പം ഇതിന്. മസാല 2 ഉണ്ടല്ലേ? അൽഫാം മസാല ഒന്ന് പുതിന മസാല, ഒന്ന് സാധാ മസാല, റെഡ് മസാല. നമുക്ക് ചെയ്ത് നോക്കിയാലോ? നമുക്ക് അത് റെഡിൽ ചെയ്യാം അല്ലേ? ശരിക്കും അത്രയും കറക്റ്റായിട്ട് വരഞ്ഞ് അല്ലേ? നമുക്ക് പറഞ്ഞ മസാല പിടിക്കണമെങ്കിൽ നമ്മളത് ഇങ്ങനെ ഉള്ളിലേക്ക് പിടിക്കണമെങ്കിൽ ഇതും പറയണം. നിങ്ങൾ ഇതിനു മുന്നേ നിങ്ങൾ മാത്രമല്ല പുറമേ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ? ഞങ്ങൾ വീട്ടിൽ ചെയ്യാറുള്ളതാണ് അല്ലേ? അതേപോലെ ഇത് പൊള്ളിച്ചിട്ടും നല്ല ടേസ്റ്റാണ് ഈ മീനുകൾ. പൊള്ളിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ്. പൊള്ളിച്ച് കഴിഞ്ഞാൽ അല്ലേ? വാഴയിലയിൽ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് പൊള്ളിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണ്. ഈ സിലോപ്പിയും തന്നെ നട്ടറും തന്നെ. ഇത് നട്ടറാണെങ്കിൽ ശരിക്കും നമ്മൾ മസാല പുരട്ടി മിനിമം ഒരു 1-2 മണിക്കൂറൊക്കെ വയ്ക്കണം. നട്ടറിന് എന്നാലാണ് കറക്റ്റ് മസാല പിടിക്കുന്നത്. തിലാപ്പിയാണെങ്കിൽ
ഉടനെ തേച്ച് നമുക്ക് ഉടനെ ഗ്രില്ല് ചെയ്യാം. പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്ന് മസാല പിടിക്കുന്ന ഒരു ടൈപ്പാണ്. തിലാപ്പിയ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ കരി തുടങ്ങിയാലോ? ഫസ്റ്റ് നമ്മൾ ഗ്രില്ലിലേക്ക് കിട്ടുന്നു അല്ലേ? ഗ്രില്ലിലേക്ക് വെച്ചോ. രണ്ട് ഫ്ലേവറാണ്. രണ്ട് ഫ്ലേവറുകൾ നമ്മളെ അൽഫാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും നന്നായിട്ട് വേണം. രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് വേണം. അപ്പോൾ നമ്മൾ മാറ്റി തിരിച്ചു മറിച്ച് വെച്ചു. ഏകദേശം വെന്ത് തുടങ്ങി. ഏകദേശം വെന്ത് തുടങ്ങി. ഷെഫ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഗ്ലൗസ് ഒക്കെ എപ്പോഴും ഊരിയ ഇടുക. ഇത് ഏതാണ്ടോ നല്ല പക്കായിട്ട് കുക്കാവുണ്ട്. നമ്മളെപ്പോഴും ഇതിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഫ്ലെയിമിൽ വെക്കരുത്. അതായത് നല്ല കനലായതിനു ശേഷം മാത്രമാണ് ഗ്രില്ലിൽ ഇതിൽ വെക്കാവുള്ളൂ. നന്നായിട്ട് കനല് ആയതിനു ശേഷം, അതായത് ചെറിയ കനലില് ഇങ്ങനെ കത്താൻ പാടില്ല. ചെറിയ കനലിൽ നമ്മൾ 20-25 മിനിറ്റ് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിപ്പോ ഈ അൽഫാം ചിക്കൻ കഴിക്കണേക്കാട്ടും ആരോഗ്യപരമായിട്ടും ടേസ്റ്റ് കൊണ്ടും എന്തുകൊണ്ടും നല്ലതാണ് ലൈവ് ഫിഷ്. ഇത് നമ്മളെ നമ്മുടെ ഷോപ്പിൽ എത്ര മണി മുതലാണ് ഇതിന്റെ ഇതിപ്പോ ഞങ്ങള് വൈകുന്നേരം മുതൽ നമ്മളെ ഷെഫാണ് ഷാജാന്, ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ ആള് 3 മണിക്ക് ശേഷം നമുക്ക് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവുകയാണ്. 3 മണി മുതൽ നമുക്ക് ഓർഡർ ചെയ്ത അൽഫാം കൊടുക്കാൻ പറ്റും. അതെ. പിന്നെ നമ്മളെ കടയിലെ സ്റ്റാഫാണ് വീരാൻ, അതായത് വീരാൻ കാക്ക. നല്ലൊരു ഷെഫാണ്. അതെ. ആൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ആളിപ്പോ ഒഴിഞ്ഞു വെക്കണ കണക്കാക്കണ്ട. അൽഫാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അൽഫാം. നിങ്ങൾക്ക് ആർക്കും വന്നിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കി തരുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫിഷോട് കൂടിയിട്ട്. ഫാറ്റ് ലൈഫ് ഫിഷ് കമ്പനി, നമ്മുടെ ചെറുപ്പശ്ശേരി. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ ഇവരുടെ ഈ ഷോപ്പ് കണ്ടല്ലോ. വളരെ രസകരമായ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ ആ ഫിഷിനെ ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നു. അതുമാത്രമല്ല, ഈ ഫിഷിനെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഓരോ ഫിഷിനെയും നിങ്ങൾ എടുത്ത് നോക്കുക. നാച്ചുറൽ പോണ്ടിലുള്ള ഫിഷുകൾ വരെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും ഇവരിത് തരും. അതുമാത്രമല്ല, ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് വാങ്ങി കൊണ്ടുപോകാം. പിന്നെ ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ ഈ നമ്പർ നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. കാണേണ്ടവർക്ക് നേരിട്ട് ഇവിടെ വന്ന് കാണാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ നമുക്ക് തന്ന സപ്പോർട്ട് പോലെ തന്നെ ഈ വീഡിയോയിലും തരിക. നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.